യുവർ സ്പിരിറ്റ് ടു ഹിയർ ഗോഡ്. ദൈവശബ്ദം കേൾക്കുവാൻ ആത്മാവിനെ ഒരുക്കുക. അപ്പോൾ ദൈവം സംസാരിക്കുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പലർക്കും ഇപ്പോഴത്തെ കാലങ്ങളൊരു ചോദ്യം, ദൈവം സംസാരിക്കുന്നു. ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്നവരെക്കുറിച്ച് പറയുമ്പോൾ അറിവില്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മളത് തെറ്റായ വിധത്തിൽ കാണുന്നുണ്ട്. ദൈവം ഇന്ന് സംസാരിക്കുന്നുണ്ട്. ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവം ഉൽപ്പത്തി തൊട്ട് നോക്കിയാൽ ദൈവം സംസാരിക്കുന്നത്. ആദത്തിനോട് സംസാരിച്ചില്ലേ വ്യക്തമായിട്ടും? എല്ലാ ദിവസവും അബ്രഹാമിനോട് സംസാരിച്ചില്ലേ? കയീനോട് സംസാരിച്ചില്ലേ? ദാവീദിനോട് സംസാരിച്ചില്ലേ? യെശയ്യാ പ്രൊഫറ്റ്സ് എല്ലാം ദൈവം പറഞ്ഞ കാര്യങ്ങളല്ലേ എഴുതി വച്ചിരിക്കുന്നത്. ക്രിസ്തു പിതാവിൽ നിന്ന് വന്ന പുത്രൻ പൂർണ്ണമായിട്ടും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നെന്ന് പറയുന്നു. പിന്നെ 12 ശിഷ്യന്മാർ, അവർ യേശുവിനെ നേരിട്ട് കണ്ടവർ, സംസാരിച്ചവർ, പിന്നെ ആത്മാവ് നിറഞ്ഞപ്പം പരിശുദ്ധാത്മാവിൽ പ്രവർത്തിച്ചു. അപ്പം ദൈവം ഇന്ന് അന്നും സംസാരിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ തക്കൊണ്ട് എൻ്റെ ആത്മാവ് തയ്യാറായിട്ടുണ്ടോ? അതിന് ട്രെയിനിങ് കൊടുക്കണം. നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചെടുത്ത് അവർ ഉപജീവനത്തിന് വേണ്ടി നമ്മൾ ഓരോ ട്രേഡ് പഠിപ്പിച്ചെടുക്കും. പക്ഷെ അതിലും ഉപരിയായിട്ട് കർത്താവേ, ഇവരുടെ അന്തരാത്മാവ് നിൻ്റെ, അതായത് ദൈവം ഒരാളെ കണ്ടിട്ട് സമൂവേലിനെ വിളിച്ച്, സമൂവേലിനെ 3 പ്രാവശ്യം, 4-ാം പ്രാവശ്യമാണ് സമൂവേൽ ആക്ച്വലി കയറി ചെല്ലുന്നത്. അപ്പോൾ 3 പ്രാവശ്യം വിളിച്ചു മാറ്റാൻ തക്കൊണ്ടും വിളിക്കുമ്പോൾ മനസ്സിലായിട്ടില്ല, മനസ്സിലാകുന്നിടം വരെ വിളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ റെയ്നാൾഡ് ബോങ്കെ, അതുപോലെ ഓരോ വലിയ ഇവാഞ്ചലിസ്റ്റ്, ഇവരൊക്കെ കേൾക്കുമ്പം അവരൊന്നും തന്നെ വന്നവരല്ല, അവരൊക്കെ ദൈവം വിളിച്ചു മാറ്റുന്നതാണ്. റെയ്നാൾഡ് ബോങ്കയുടെ തന്നെ ഒരു റൈറ്റപ്പിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം ചെറുപ്പകാലത്ത് ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ചെന്ന് കാണാനായിട്ട് ദൈവം അനുവദിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ക്ലിയർലി. പക്ഷേ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ, ഇംഗ്ലണ്ടിലല്ലേ നമ്മൾ പിന്നെ നേരത്തെ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ എന്ന് അവർ തുറന്ന് കയറ്റത്തില്ലല്ലോ. അപ്പം എന്താ വന്ന് കാണണം നിർബന്ധം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അറ്റൻഡൻറ്റ് വന്നേച്ചാൽ, സ്ത്രീ വന്നേച്ച് പറഞ്ഞു അങ്ങനെ കയറാൻ ഇവിടെ അപ്പോയിൻമെൻ്റ് ഇല്ല. ഉടനെ തന്നെ ഇദ്ദേഹം മേളിൽ നിന്നുകൊണ്ട് പറയുന്നത്, ആരാ അവിടെ വന്നിരിക്കുന്ന ആളെ കയറ്റിവിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ റെയ്നാൾഡ് ബോങ്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയുന്നത്, നീ വന്ന് ഞാൻ നിൻ്റെ മേൽ കൈവച്ച് എൻ്റെ അനുഗ്രഹം പാസ് ചെയ്യുന്നിടം വരെ ഞാൻ മരിക്കൂല. കാരണം പരിശുദ്ധാത്മാ ഈ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ സമൂവേലിനകത്ത് നമ്മൾ രാജാക്കന്മാരെ കാണുന്നുണ്ട്. സമൂവേലിൻ്റെ കാലത്ത് പിന്നെ കഴുതയെ തപ്പി ശൗല് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. കഴുതയെ തപ്പി, അപ്പൻ്റെ കഴുതയെ തപ്പി നടക്കുകയാണ്. പക്ഷെ ദൈവം പറഞ്ഞു, വരുന്നുണ്ട്, ഒരാൾ വരുന്നുണ്ട് സമയത്ത്, നീ അവനെ പിടിച്ച് രാജാവാക്കണം. മനുഷ്യൻ്റെ ബഹളം കൊണ്ടാണ് ആക്കിച്ചത്. പക്ഷെ അവിടെയും ദൈവം നേരിട്ട്. അപ്പം ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പറയുന്നത് കേൾക്കുന്ന ആളുകളുണ്ട്, പ്രവർത്തിപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം അത് പ്രവർത്തിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മളെന്തിനാ ഇത്ര വലിയ ബലം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിവ് കുറവാണ്. നമുക്ക് പറയാം, നമുക്ക് കർത്താവേ, ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ദ ഹിഡൻ മാൻ ഇൻസൈഡ് ഈസ് വെയർ ഗോഡ് കമ്മ്യൂണിക്കേറ്റ്സ്. അതായത് എല്ലാവർക്കും അകത്തൊരു മനുഷ്യനുണ്ട് എന്ന്. അത് ആദ്യം മനസ്സിലാക്കണേ. ഈ കാണുന്ന ഈ ശരീരം ഒരു വസ്ത്രം മാത്രമാണ്. ഇത് മരിക്കാൻ നേരത്ത് ഇവിടെ ഇട്ടേച്ച് നമ്മൾ പോകും. ഈ ശരീരം തന്നെ രൂപാന്തരപ്പെട്ട് മാറിയത് ഒരാൾക്കുള്ളത് യേശുവിനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം ഇനി നമുക്ക് ഈ ലോകത്തിലുള്ള ജീവിതത്തിൻ്റെ വസ്ത്രമാണ്. ഇത് കഴിയുമ്പം സ്വർഗത്തിൽ ദൈവം തേജസ്സുള്ള ശരീരം നമുക്ക് തരും, അത് സംശയമില്ല. പക്ഷേ ഈ ശരീരത്തിന് കൂടുതൽ പുഷ്ടി പിടിപ്പിക്കുന്നതിന് പകരം കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ദൈവം പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കും. ദ ഹിഡൻ മാൻ ഇൻസൈഡ് ഈസ് വെയർ ഗോഡ് കമ്മ്യൂണിക്കേറ്റ്സ്. ദൈവം സംസാരിക്കുന്നതിൻ്റെ അകത്തോട്ട്. ഹാവ് യു എവർ പ്രേയ്ഡ് ആൻഡ് തോട്ട് ഓർ ഫെൽറ്റ് ദാറ്റ് ഗോഡ് ഈസ് നോട്ട് ലിസണിങ്? നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, അയ്യോ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, അതോ എൻ്റെ പാപം കൊണ്ടാണോ? പല സ്ത്രീകളും പറയുന്നത്, അയ്യോ എൻ്റെ ബലഹീനത കൊണ്ടായിരിക്കണം ദൈവം ഉത്തരം തരാത്ത, എൻ്റെ പാപം കൊണ്ടാണ് പറയാറില്ലേ? ബിക്കോസ് നമ്മളെ തന്നെ അങ്ങ് വിധിക്കുകയാണ്. അതിനൊരു ടോപ്പിക്കുണ്ട്, വിധിക്കാതെ പ്രാർത്ഥിക്കുക. വിധിക്കാതെ പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. വിധിക്കാതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ എക്സാമ്പിളാണ്, അതായത് വ്യഭിചാരത്തിൽ പിടിച്ചെടുത്തുകൊണ്ട് വന്ന സ്ത്രീയെ യേശുവിനെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എല്ലാം പിടിച്ചോണ്ട്, പുരുഷന്മാരെ വ്യഭിചാരം ചെയ്ത പുരുഷന്മാരില്ല, സ്ത്രീകളെ, ഈ സ്ത്രീയെ മാത്രം കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തുമ്പോൾ എല്ലാവരും കല്ലെറിയാൻ റെഡിയായിട്ട് കല്ലും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരുടെ മുമ്പിലാണ് കൊണ്ടുവന്ന്? യേശുവിൻ്റെ മുമ്പിൽ. യേശു എന്ത് പറയുന്നു? യേശു നോക്കുമ്പം ഇവള് പാപമാണെന്ന്, പാപം ചെയ്തെന്ന് യേശുവിനറിയാം. പക്ഷേ യേശു നിലത്തെന്തൊക്കെയോ എഴുതിക്കൊണ്ട്, എന്താ എഴുതിയെന്ന് ദൈവത്തിന് മാത്രമേ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാ എഴുതിയെങ്കിലും
വന്ന എല്ലാവരും അവരവരുടെ പാപം മനസ്സിൽ തോന്നിയിട്ട് അവർ കല്ലെറി, അതായത് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് യേശു നിലത്തെന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരവർക്ക് അവരവരുടെ പാപബോധം വന്നിട്ട് അവർ കല്ലെറിയാതെ തിരിച്ചുപോയി. ലാസ്റ്റിൽ ഈ സ്ത്രീയും യേശുവും മാത്രമായപ്പോൾ യേശു ചോദിക്കുന്നു, എന്താ മകളെ, എന്താണ്, നീ മാത്രമാണ്. അപ്പോൾ അവൾ തന്നെയാണ്, അവൾക്ക് വിശ്വസിക്കാൻ വയ്യ. ഇനി മേലിൽ പാപം ചെയ്യുന്നതിൻ്റെ പാപത്തെ ക്ഷമിച്ചിട്ട്, ഇങ്ങനെ പാപത്തെ ക്ഷമിച്ച് ഒരു പുതിയ ജീവൻ കൊടുക്കുവാൻ കഴിവുള്ളവൻ അവളുടെ അന്തരാത്മാവിനോട് അന്നേരം സംസാരിക്കുകയാണ് ചെയ്തത്. ഷി അണ്ടർസ്റ്റുഡ് ഹൂ ദ ഗോഡ്. പിന്നെ ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ നിന്ന് മാറിയിട്ടില്ല. ഈ ആഴത്തിൽ ദൂരത്തിൽ ഒത്തിരി മാറി നടക്കുന്നവരെ ദൈവം പിടിച്ചെടുത്താണ്ടല്ലോ അവർ നമ്മളെക്കാട്ടിലും വിശ്വസ്തരായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ആരെയും വിധിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അന്തരാത്മാവിനോടാണ് സംസാരിക്കുന്നത്. ഇന്നും ദൈവം സംസാരിക്കുന്നുണ്ട്. ഇന്നും എൻ്റെ ചെവി കൂർപ്പിച്ചു വെച്ചാൽ ദൈവശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കും. റോമർക്കെഴുതിയ ലേഖനം 8:16 ഇങ്ങനെ പറയുന്നത്, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആരാ പറയുന്നത്? ഞാൻ ദൈവമകളാണെന്ന് എൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ നമ്മളെല്ലാം മറന്നു പോകുന്നുണ്ട്. പെട്ടെന്നാണ് ഈ മറ്റുള്ളവരുടെ ആരോപണം, അല്ലെ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തിട്ട് അതിനകത്തൊരു ചീത്ത വശം പറഞ്ഞിട്ട്, ഇപ്പം നമ്മൾ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ അതിനകത്ത് പറയണത് ഒന്നെങ്ങാണ്ട് അഴുക്കായിപ്പോൾ അവർ പറയും നാശം എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ എന്തിനാ ആർക്കാണ് വേണ്ടി, നമ്മൾ നല്ല ഭക്ഷണം കൂടെ അവർ കഴിക്കത്തില്ല. നമ്മൾ നോക്കുമ്പോൾ അവർ വേസ്റ്റ് ബിന്നിനകത്ത് തരുന്നിരിക്കും. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തത് അവരുടെ വേസ്റ്റ് ബിന്നിൽ കിടക്കുന്നത്, അതായത് കോമൺ വേസ്റ്റ് ബിന്നാണ്, അത് കിടക്കുന്നത് കണ്ടെങ്കിൽ നമുക്ക് ചെയ്തെല്ലാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, അറിഞ്ഞോ അറിയാതെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൽ ഉറച്ച് നിന്നിട്ട് നമ്മൾ ഉറപ്പോടെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവ് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കൊടുത്തു. എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നത്, അവർ ഇംഗ്ലണ്ടിൽ വെച്ച് ഷി വാസ് ഫ്രം ഇംഗ്ലണ്ട്, നമ്മൾ സൗദി അറേബ്യ വെച്ച് എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. അവർക്ക് ഒത്തിരി ചെടി ഇഷ്ടമുള്ള വ്യക്തിയാണ്, എനിക്കും ചെടി ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ചെല്ലുമ്പോഴെല്ലാം നമുക്ക് ബെസ്റ്റ് ഗാർഡൻ്റെ പ്രൈസ് സൗദി വെച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴെല്ലാം എനിക്ക് ചെടി കൊണ്ടുതരും. അപ്പോൾ ഞാൻ അവിടെ പോയാലും ചെടി എടുത്തുകൊണ്ട് വരും. പലപ്പോഴും ആ കൊച്ചു തരുന്ന ചെടി ഞാൻ കൊണ്ട് നടും, അത് ചത്തുപോകും. അപ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഇവരോട് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇനി ഒരു ചെടി എങ്ങനെയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെടി തന്നിട്ട് ഞാനത് കിളിപ്പിച്ചില്ല. അവരിനി എന്നോട് പറയും, നിനക്ക് തന്ന ചെടി നീ കിളിപ്പിച്ചില്ലല്ലോ, ഇനി ഞാൻ പിന്നെ വേറെ തരാൻ പോകുന്നില്ല എന്ന് പറയുമെന്ന് പേടിച്ചിട്ട് ഞാൻ ചോദിക്കത്തില്ല. അപ്പോൾ പിന്നെ അവർ വരുന്നുണ്ടെങ്കിൽ അവർ നോക്കും എൻ്റെ ഗാർഡനിൽ ആ ചെടി കിളിത്തിട്ടുണ്ടോ. കിളിത്തിട്ടില്ല എന്ന് കണ്ടാൽ ഈ കൊച്ചു പോയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് വേറൊരു ചെടി അതേപോലത്തെ കിളിപ്പിച്ച് കൊണ്ടുതരും. ഐ ഹാവ് നോട്ട് സീൻ എനി ഫ്രണ്ട്സ് ലൈക്ക് ദാറ്റ്. ഇന്ന് ഞാൻ അവരെ ഓർക്കുന്നു, അവർ മരിച്ചുപോയി. എനിക്കിഷ്ടമുള്ള ചെടി ആദ്യം തന്നിട്ട് ഞാൻ കൊണ്ട് നട്ട് കരിഞ്ഞു പോയിട്ടു എങ്കിലും അവർ വീണ്ടും നട്ട് കിളിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അതാണ് കരുതൽ. എന്നെ ഒരു വിധിയും വിധിക്കാതെ വീണ്ടും എനിക്ക് ആ ചെടി കൊണ്ട് തന്നു. എത്ര പേരങ്ങനെ ചെയ്യും? എൻ്റെ ഇത്ര നാൾ ജീവിതത്തിൽ ആ ഒരൊറ്റ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. സീ ദ ബ്യൂട്ടി. വലിയ കാര്യമാണോ? വലിയ കാര്യമല്ല, ബട്ട് ഇറ്റ് ഈസ് വലിയ കാര്യമാണ്. നമുക്ക് ഇതുപോലെയാണ് നമ്മളെ ദൈവം ചെയ്യിപ്പിക്കുന്നത്. ഓരോ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കല്ല. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്യുക, ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. ഇത് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ഇതൊക്കെ അപ്ലൈ ഉണ്ട്. ഹി സ്പീക്സ് ടു ദ സ്പിരിറ്റ്, നോട്ട് ടു യുവർ ബോഡി. 5 ഹാബിറ്റ്സ്, പ്രാക്ടിക്കൽ ഹാബിറ്റ്സ് ദറ്റ് ഹെൽപ്പ് യു ടു ഹിയർ ഗോഡ് മോർ ക്ലിയർലി. 5 കാര്യങ്ങൾ ദൈവം പറയുന്നത് കേൾക്കുന്നത് ക്ലിയറായിട്ട്. അപ്പം ദൈവം സംസാരിക്കുന്നു എന്നുള്ളത് ഷുവറാണ്, അത് ഞാൻ പറഞ്ഞല്ലോ. ദൈവം സംസാരിക്കുന്നത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും. ഇപ്പം പരിശുദ്ധാത്മാവ് നമ്മളോട് അന്തരാത്മാവിനോട് എപ്പോഴും സംസാരിക്കും. ബിക്കോസ് ഹി സേസ് ഐ അബൈഡിങ് ഇൻ യു. അവൻ നമ്മളിൽ വസിക്കുന്നു, നമ്മൾ അവനിലുമായി മാറി. അപ്പോൾ പിന്നെ സ്വർഗത്തിലോട്ട് കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ എത്ര പേര് ശ്രദ്ധിക്കുന്നു? ഇത്രയും അടുത്ത ഒരു ദൈവത്തെ പോലും നമുക്കറിയാൻ ആഗ്രഹമില്ലാത്തതിൻ്റെ റീസൺ എന്താ? വി ഹാവ് ബിക്കം കാലസ്. ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നില്ല. ടേൺ അറൗണ്ട്, ചേഞ്ച് യുവർ നേച്ചർ, ബ്രിങ് എവറിത്തിങ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. 5 പ്രാക്ടിക്കലായിട്ടുള്ള ദൈവശബ്ദം കേൾക്കുന്ന 5 പ്രാക്ടിക്കൽ ഹാബിറ്റ്സ് ഞാൻ പറഞ്ഞു തരുമ്പോൾ, ട്രെയിൻ യുവർ സ്പിരിറ്റ് ടു ഹിയർ ഗോഡ്. ഷാർപ്പൻ യുവർ സ്പിരിറ്റ്. ഗോഡ് ഈസ് ഓൾവേസ് സ്പീക്കിംഗ്. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് സ്പെൻഡ് ടൈം വിത്ത് ദ വേർഡ്. മനസ്സിലായോ? വചനവുമായിട്ടിരിക്കണം.
എത്ര വേദപുസ്തകം മലയാളത്തിലാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷിലാണെങ്കിൽ പലപ്പോഴും മലയാളത്തിൽ വായിക്കുമ്പോൾ വളരെ ക്ലിയറാണ്. എന്നാൽ ചില മലയാളം ലാംഗ്വേജ് ചുമ്മാ അത് നീട്ടിപ്പിടിച്ച് എഴുതി നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടുണ്ട്. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയ ചിലത് കാണും. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിലെടുത്ത് വായിക്കാം. ഹിന്ദി അറിയാവുന്നവർക്ക് ഹിന്ദി വായിക്കും. ബട്ട് റീഡ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ആംഗിൾസ് ആൻഡ് ദെൻ യു വിൽ സീ ദാറ്റ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന, ദൈവാത്മാവ് തന്നിരിക്കുന്ന ഈ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കണം. അവിടെ ഈ 2 തിമോത്തി 3:16 വാക്യമുണ്ട്, ഈ വചനം അറിയാതെ നമ്മൾ അവിടെ ഇവിടെ ഊടാടി നടക്കരുത്. പല പ്രോഫറ്റ്സും ഈ ചെറിയ ചെറിയ പ്രോഫറ്റ്സൊക്കെ ഉണ്ട്. ഈ പാവങ്ങളുടെയൊക്കെ വീടുകളിൽ ചെന്നിട്ട് എന്തുമാത്രം വേണ്ടാത്തത് പറഞ്ഞു കൊടുത്ത് അവരെ തെറ്റിക്കുന്ന എന്നോട് വിളിച്ച് പറയാറുണ്ട് പലരും. അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ഞാൻ പറയും, ആരെങ്കിലും ഇവരോടൊക്കെ സത്യം പോലെ പറഞ്ഞിരുന്നെങ്കിൽ, 2 തിമോത്തി 3:16 പറഞ്ഞിരുന്നുവെങ്കിൽ, പല സ്ത്രീകളും ഒരാളെ ഒരു പ്രോഫറ്റോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ ആരെങ്കിലും ഒന്ന് ചെന്ന് പറയുമ്പോൾ അവരത് സ്വീകരിക്കുന്ന ഓർക്കണം. പലപ്പോഴും അത് അവരവരുടെ കാശിന് വേണ്ടിയാണോ അവർ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ ശ്രദ്ധയോടുകൂടിയാണ് അത് ചെയ്യാൻ. അതുകൊണ്ട് 2 തിമോത്തിക്കകത്ത് 3:16 ഇങ്ങനെ പറയുന്നു, എല്ലാ തിരുവെഴുത്തും, അതാണ് വേദപുസ്തകത്തിലെ വാക്യങ്ങളാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീകമായ ബ്രത്ത് ഓഫ് ലൈഫാണ്. ദൈവത്തിൻ്റെ ജീവശ്വാസമായി ഈ വചനമെന്ന് അറിയാം. നമുക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി നമുക്ക് വചനം പറയാനൊക്കത്തില്ലല്ലോ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീകമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. എന്തിനാണ് ഈ വചനം തന്നിരിക്കുന്നത്? മനുഷ്യൻ സൽപ്രവൃത്തി ചെയ്തിട്ട് വക പ്രാപിക്കുക, അതായത് പക്വത ഉണ്ടാകുവാൻ, സൽപ്രവൃത്തിക്ക് വക പ്രാപിച്ചിട്ട് തികഞ്ഞവനാകേണ്ടതിന്, എന്തൊക്കെ? ഉപദേശിക്കാൻ, ശാസിക്കാൻ, ഗുണീകരണത്തിന്, നീതിയുടെ അഭ്യാസത്തിന്. ഇത്തരം കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മളൊന്ന് ഉപദേശിക്കാം, വചനം വെച്ചൊന്ന് ഉപദേശിക്കാൻ നോക്കിക്കേ. അല്ല, രാജാവിൻ്റെ മുമ്പിൽ നീ ചെയ്യുന്ന തെറ്റാന്നും പറഞ്ഞ് പറയാൻ നാഥാന് പോലും പേടിയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും രാജാക്കന്മാരല്ലേ, നമുക്കൊന്നും പറയാനൊക്കത്തില്ലല്ലോ. പിന്നെ ഒന്ന് ചെയ്യുക, പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, നിൻ്റെ മഹാശക്തിയോട് നീ എന്താന്ന് വെച്ചാൽ അത് പറയിപ്പിച്ച് കേൾപ്പിക്കേണ്ടവരെ കേൾപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം വഴിയൊരുക്കും. അസാധ്യമൊന്നൊരു കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവം പറയേണ്ട വിധത്തിൽ, കേൾപ്പിക്കേണ്ട വിധത്തിൽ കേൾപ്പിക്കും. അല്ലെങ്കിൽ ദൈവം വ്യക്തിപരമായിട്ട് സംസാരിക്കുക തന്നെ ചെയ്യും. പല വ്യക്തികളും ചിലരൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത് കാണാം. ഞാൻ പണ്ടൊക്കെയാണ് എനിക്ക് ഹേർട്ട് ചെയ്യും, പിന്നെ ഇപ്പം ഞാൻ ഹേർട്ട് ചെയ്യത്തില്ല. കാരണം അവരുടെ മനസ്സിൻ്റെ ലെവലിൽ എനിക്ക് മനസ്സിലാകില്ല. ഞാൻ ദൈവത്തെ കാണുന്ന പോലെ അവർ കാണുന്നില്ല എങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല. ഞാൻ എൻ്റെ ജോലിയും ചെയ്ത് ഞാൻ മുമ്പോട്ടങ്ങ് പോകും. കാരണം എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്ത് ഞാൻ പോകും. പക്ഷെ കഴിയുമ്പോൾ അവർ വന്ന് ക്ഷമ ചോദിച്ച് ഒന്നിച്ച് നിൽക്കുന്നത് കാണാം. കാരണം എന്താ? നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ല, നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? സോ കീപ് യുവർ കോൺഷ്യൻസ് ക്ലിയർ ബൈ ഫീലിംഗ് ആൻഡ് റീഡിങ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. വചനം നിൻ്റെ മിററാണ്, വചനമാണ് നിൻ്റെ കണ്ണാടി, മനുഷ്യനല്ല. പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. വചനം കണ്ണാടിയാണ്. ഈ വചനം നോക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പറയും ഇവിടെ തെറ്റുണ്ട്, തെറ്റില്ല എന്ന്. വചനം കൊണ്ട് ഒരാളെന്നെ കുറ്റം പറഞ്ഞാൽ നമ്മൾ പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറയുമ്പോൾ വചനം പറയും, നീ വിഷമിക്കണ്ട, ഐ ആം വിത്ത് യു. പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല അവരെടുത്തെങ്കിൽ അതിന് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോറും കൂടുതൽ പ്രശ്നമാകും. അതുകൊണ്ട് സ്റ്റോപ്പ് ഇറ്റ്, അധികം സംസാരിക്കണ്ടെന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. ട്രെയിൻ മൈ സ്പിരിറ്റ് ടു ഹിയർ യു. എൻ്റെ ആത്മാവിനെ നിന്നെ കേൾക്കുവാൻ തക്കണം ഒരുക്കണമേ. നീതിയുടെ സൂര്യനായ ദൈവമേ, ഒരുക്കാതെ രക്ഷയില്ല. നിൻ്റെ പരിശുദ്ധാത്മാ എഴുന്നള്ളി വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നല്ലവനായ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നള്ളി വന്നേ ഒക്കത്തുള്ളൂ. അല്പകാലത്തേക്ക് ഞങ്ങളെ നീ മറന്നെന്ന് പറഞ്ഞു, അത് ഞങ്ങളുടെ ബലഹീനത കൊണ്ടാണ്. പക്ഷേ അധിക സ്നേഹത്തോടെ നീ തിരിച്ചു വരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞങ്ങളെ വചനം പഠിപ്പിക്കണം, വചനം വായിപ്പിക്കണം. വചനം വായിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഇട്ടുതരണം, ഞങ്ങളുടെ തലമുറകൾക്ക് ഇട്ടുതരണം. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും വചനം വായിക്കാതെ വീട്ടിൽ നിന്ന് ആദ്യ കണ്ണ് തുറന്നാൽ കർത്താവേ വചനം വായിക്കാനുള്ള ഹൃദയം ഇട്ട് തരണം. അത് ഇപ്പം ടെലിഫോണില്ലെങ്കിൽ
ബൈബിൾ തുറന്നില്ലേ ടെലിഫോണിൽ കൂടെ ആണെങ്കിലും ചെയ്യാമല്ലോ. ആരുടെയെങ്കിലും വചനം കേൾക്കുന്നവരിട്ടാലും മതിയല്ലോ. എങ്ങനെയെങ്കിലും വചനം കാണാതെ പുറത്തോട്ട് ഇറങ്ങത്തില്ല എന്നുള്ളൊരു കൃപ, അങ്ങനെ ഒരു ഉടമ്പടി ഞങ്ങൾ എടുക്കട്ടെ അപ്പച്ച. എൻ്റെ വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എൻ്റെ വചനം ഞങ്ങൾക്ക് കർത്താവെ, ഞങ്ങൾക്ക് ഗുണദോഷത്തിനും അതുപോലെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും ഞങ്ങളെ പരിശീലിപ്പിക്കാനും നീതിയിൽ അഭ്യസിപ്പിക്കുന്നതിനും ഒക്കെ നീ തന്നിരിക്കുന്ന വചനമാണെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ കർത്താവെ. അതുകൊണ്ട് 2 തിമോത്തി 3:16 പറയുന്നത് പോലെ ഈ വചനം ദൈവത്തിൻ്റെ ശ്വാസമാണ് എങ്കിൽ ആ ശ്വാസം നമ്മുടെ മേൽ വീഴുമ്പം ജീവനെ കൂടെ തരും. നന്മ തിന്മകൾ വേണ്ടാത്തതിനെ എടുത്തു കളഞ്ഞിട്ട് നന്മയിൽ ഉറച്ചു നിൽക്കാൻ, ജീവവൃക്ഷത്തിൻ്റെ ഫലം, ക്രിസ്തുവാകുന്ന ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് ജീവിപ്പാൻ, അതിൽ പുഷ്ടി പ്രാപിപ്പാൻ, അതിൽ സന്തോഷിപ്പാൻ ഒരു പുതിയ ഹൃദയം നട്ടുതരണമേ. അവിടുന്ന് പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.